സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ ദയനീയ പരാജയത്തിൻ്റെ അവലോകന യോഗങ്ങൾ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന സമിതി വരെ ചർച്ച ചെയ്തു. അവിടെ പല നേതാക്കൾക്കും എതിരെ കൃത്യമായി പേരെടുത്തു പറഞ്ഞുകൊണ്ട് ആക്ഷേപം ഉന്നയിച്ചു. പരാജയത്തിൻ്റെ കാരണം ഇന്നതാണ്, നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ നിന്ന് വ്യതിചലിച്ചു ജീവിച്ചു, ജനങ്ങളിൽ നിന്നും അകന്നുപോയി, ജനങ്ങളെ അകറ്റി നിർത്തി, ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന പ്രവൃത്തി തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. ഇത്തരം കാര്യങ്ങൾ സംസ്ഥാന സമിതിക്ക് ബ്രാഞ്ച് തലത്തിലും ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ അഭിപ്രായങ്ങൾ മുകളിലേക്ക് അയച്ചപ്പോൾ അതെല്ലാം വെട്ടിത്തിരുത്തി താഴേക്ക് അയച്ചു. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മാത്രം ഉത്തരവാദിത്വത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണം കൊണ്ട് ചെന്നെത്തിക്കേണ്ട, നേതൃത്വത്തിന് പൊതുവായി വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന തരത്തിലായിരുന്നു സംസ്ഥാന സമിതിയുടെ ആ റിപ്പോർട്ട്. എന്നാൽ ഇന്നലെ കേന്ദ്ര സമിതി 2 ദിവസമായി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കേന്ദ്ര സമിതി യോഗം അവസാനിക്കും എന്നാണ് അറിയുന്നത്. ഇന്നലെ കേന്ദ്ര സമിതിയിൽ പിണറായി വിജയനും MV ഗോവിന്ദനും എതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ നേതാക്കന്മാരുടെ ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന രീതിയിലുള്ള പെരുമാറ്റം പാർട്ടിയെ ജനങ്ങളിൽ നിന്നും അകറ്റി അവമതിപ്പുളവാക്കി. ഇത് തിരുത്തേണ്ടവർ തിരുത്തണം, മാറേണ്ടവർ മാറണം, പുതിയ ശൈലി രൂപീകരിക്കണം, പാർട്ടിയെ വീണ്ടെടുക്കണം. ഇതാണ് ഇന്നലെ ഉയർന്നു കേട്ടത്. ഇവിടെ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളൊരു കാര്യം, പോളിറ്റ് ബ്യൂറോവും പാർട്ടിയെയും കേന്ദ്ര കമ്മിറ്റിയെയും എല്ലാം ഭരണത്തെയും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി 26 വർഷക്കാലം കൊണ്ടുപോയ പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റിയിൽ പോലും എന്ത് നടക്കണമെന്നുള്ള അജണ്ട തീരുമാനിച്ചിരുന്ന ഒരു നേതാവ് ഇന്നിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ മുൻപിൽ തുണിയുരിഞ്ഞു നിൽക്കുന്ന, അഥവാ കേന്ദ്ര കമ്മിറ്റി തുണിയുരിച്ച് നിർത്തി വിമർശിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഒരു കാരണവശാലും സമ്മതിക്കില്ല. പ്രതിപക്ഷ നേതാവ് ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തെ ആരും വിലവയ്ക്കുന്നില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പട്ടി പോലും വിലവയ്ക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ മാറിയ സാഹചര്യത്തിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ താൻ രാജിവെക്കുന്നു എന്ന് കാണിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട ജ്യോതിഷി നിർദ്ദേശിച്ചതുപോലെ തലസ്ഥാനത്ത് നിന്നും മാറി കുറച്ചു നാൾ വിശ്രമ ജീവിതത്തിലേക്ക് മാറി നിൽക്കുക, ഔദ്യോഗിക കൃത്യനിർവഹങ്ങളെല്ലാം ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളൊരു തരത്തിലേക്ക് പിണറായി വിജയൻ പോകാനുള്ള സാധ്യതയുണ്ടോ? പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ കേരളത്തിലെ മറ്റേത് മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിലുപരിയായി നിരീക്ഷിക്കുകയും ഒരുപക്ഷെ പിണറായി വിജയനെതിരെയുള്ള ഏറ്റവും പ്രമാദമായ കേസിൽ പോലും ജനങ്ങളോട് കൃത്യമായ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തൊരു മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇത്തരം സാഹചര്യത്തെ വിലയിരുത്തുന്നത്? അതായത് പൊതുവാൾ ജ്യോത്സ്യൻ പറഞ്ഞിരിക്കുന്നത് കാരാഗ്രഹവും അതേപോലെ മാനഹാനിയും എല്ലാ തരത്തിലുള്ള മോശമായ എന്ത് ചെയ്താലും നല്ലത് ചെയ്താലും എതിർഫലമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇനി ഇന്നലെ വരെ ഉണ്ടായിരുന്ന സുവർണകാലം കഴിഞ്ഞു. ഇനി വേട്ടയാടലുകളുടെ കാലമായിരിക്കും. അത് ഉണ്ടാക്കി വെക്കുന്നത് ചെറുതായിരിക്കില്ല. അതുകൊണ്ട് എത്രയും വേഗം ഒരു മാറി നിൽക്കൽ ആണ് നല്ലത്. മാത്രമല്ല, ഉണ്ടാക്കിയ ധനം എല്ലാം ഒന്ന് സുരക്ഷിതമാക്കി വെക്കുന്നത് നന്നായിരിക്കും. എന്നിരുന്നാലും കാരാഗ്രഹം കാണുന്നുണ്ട് എന്നുള്ളതാണ് ജ്യോത്സ്യൻ പറഞ്ഞിരിക്കുന്നത്. ജ്യോതിഷവിധി പ്രകാരം നല്ല സമയമല്ല, നല്ല വിധിയെ പ്രകാരമല്ല. മാത്രമല്ല, കണ്ടകശനി തന്നെ ബാധിച്ചിരിക്കുകയാണ്. കണ്ടകശനി ബാധിച്ചാൽ കൊണ്ടേ പോകൂ എന്നുള്ളതാണ് ചൊല്ല്. അപ്പോൾ അത് ബാധിച്ച് മാനസികമായി, ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു അന്ധവിശ്വാസിയാണ്. 2021 ഇലക്ഷനിൽ വിജയിച്ച ശേഷം അദ്ദേഹം മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മെയ് 3-ാം തീയതിയാണ് ഇലക്ഷൻ വിജയം ഡിക്ലെയർ ചെയ്തെങ്കിൽ മെയ് 21-നാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. നല്ല നാള് കണ്ട് നല്ല ദിവസത്തിന് മാറ്റിവെച്ച് അത് നീട്ടിക്കൊണ്ടുപോയിരുന്നു സത്യപ്രതിജ്ഞ. അപ്പോൾ അതേപോലെ അദ്ദേഹം ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പൂജകൾ നടത്താറുണ്ടായിരുന്നു ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട്. ആ പൂജകളൊക്കെ ഭാര്യയാണ് മേൽനോട്ടം വഹിക്കുന്നത്, മകളും ഭാര്യയും കൂടെയാണ് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ ഇപ്പം കണ്ടിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് പിണറായി വിജയനെ നേരിടാൻ പോകുന്നത്. ആർക്കും തടയാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ രമേശ് ചെന്നിത്തലേൻ്റെ ഒരു ജ്യോത്സ്യം പറഞ്ഞത് അദ്ദേഹം ഒരിക്കലും മുഖ്യമന്ത്രി ആവില്ല എന്നാണ്. ബാക്കി മന്ത്രിസ്ഥാനങ്ങൾ കിട്ടും, മുഖ്യനാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇത്തവണ അദ്ദേഹം മുഖ്യനായിട്ടില്ല. അദ്ദേഹം മുഖ്യമാവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷെ രമേശ് ചെന്നിത്തല വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ ജ്യോത്സ്യപ്രകാരം എൻ്റെ വിധി ഇതാണ്. പക്ഷെ പിണറായി സമൂഹത്തിന് മുന്നിൽ ജ്യോത്സ്യത്തിലൊന്നും വിശ്വസിക്കാത്ത നിരീശ്വരവാദിയാണ്. എന്നാൽ സത്യത്തിൽ അദ്ദേഹം വിശ്വാസിയാണ്, അന്ധവിശ്വാസിയാണ്. മന്ത്രവാദികളെ കൊണ്ടുവന്ന് അവിടെ ആഭിചാര ക്രിയകളടക്കം ചെയ്യുന്ന ഒരാളാണ് പിണറായി വിജയൻ.
സാറേ, ഇതിപ്പോൾ ഈ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിപരമായ കാര്യം വേണമെങ്കിൽ മുൻനിർത്തി പറയാം. പക്ഷേ ഇപ്പോൾ സാറ് ഞാൻ പറഞ്ഞു വരുന്നത് അല്ല, ഞാൻ ഇടയിൽ കയറി പറയല്ല. ഞാൻ പറയുന്നത് ഇവരെല്ലാവരും തികഞ്ഞ വിശ്വാസികളാണെന്ന് പലപ്പോഴും നമുക്ക് കണ്ടറിയാമെന്നേ. കാരണം AKG സെന്ററിന്റെ പുതുക്കി പണിത പുതിയ AKG സെന്ററിന്റെ ഉദ്ഘാടനം അവിടെ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അത് 10-ാം ഉദയം എന്ന ദിവസത്തിലാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ സൂര്യൻ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന മേടത്തിൽ സൂര്യക്ഷേത്രമാണ് മേടം. മേടത്തിൽ സൂര്യൻ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന 10-ാം ഉദയത്തിൽ ഒരു കാര്യം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ള ജ്യോതിഷ വിധി പ്രകാരം തന്നെയാണ് 10-ാം ഉദയത്തിന്റെ AKG സെന്റർ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ നിലവിലുള്ള എല്ലാ വിശ്വാസ സമിതികളെയും തള്ളിപ്പറയുന്ന ഇവർ തന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലെ രഹസ്യമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരെല്ലാവരും വിശ്വാസികളാണ്. അല്ല, അത് 100% സത്യമാണെന്ന് അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ നടത്തിയിട്ടുള്ള ആഭിചാര ക്രിയകളിൽ നിന്ന് നമുക്ക് അന്ധവിശ്വാസിയാണെന്ന് ഞാൻ പറഞ്ഞത്. തീർത്തും അന്ധവിശ്വാസി. ശത്രു സംഹാരത്തിന് വേണ്ടി അദ്ദേഹം പല വഴികൾ ഉപയോഗിച്ചിരുന്നു. അതിലൊന്നാണ് ആഭിചാര ക്രിയകൾ നടത്തിയിട്ടുള്ളത്. പ്രേതങ്ങളിൽ വിശ്വസിച്ചിരുന്നു. ക്ലിഫ് ഹൗസിൽ പ്രേതമുണ്ടെന്നും അദ്ദേഹം പലപ്പോഴും പ്രേതങ്ങൾ സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ ആരെയും കൊന്നിട്ടുള്ള ഇതുകൊണ്ടായിരിക്കാം അവർ വേട്ടയാടുന്ന മനസ്സിൽ തോന്നുന്നത്. എന്തായാലും പിണറായി വിജയന്റെ അവസാന കാലഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അദ്ദേഹം കാരാഗ്രഹം മാത്രമല്ല, അദ്ദേഹത്തിന് ഭീകരമായ പല കാര്യങ്ങളെയും നേരിടേണ്ടി വരും. അറസ്റ്റ് ഉറപ്പാണ്. മകൾ അറസ്റ്റ് ഉറപ്പാണ്. മകൻ്റെ അറസ്റ്റ് ഉറപ്പാണ്. ഭാര്യ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഡൽഹിയിൽ പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റി മീറ്റിംഗ് എത്തിയത്. കേന്ദ്ര കമ്മിറ്റി മീറ്റിങ്ങിന് പോകുമ്പോൾ തന്നെ അവിടെയുള്ള പത്രക്കാരോട് ഈ കോലുമായിട്ട് എന്തിനാണ് എന്നെ കാത്തിരിക്കുന്നത്, ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വന്ന് പറയാം, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കേറി പോകുന്ന മൂശേട്ടയുടെ സ്വഭാവം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. കാരണം അതായത് കണ്ടകശനി ബാധിച്ചാൽ പിന്നെ എന്താണ് ചെയ്യാൻ പ്രവർത്തിക്കാന്ന് അറിയില്ല. അതാണ് ആ മുഖം, ഈ ഡ്രാക്കുളയുടെ മുഖവുമായിട്ട് അദ്ദേഹം അകത്തേക്ക് കയറി പോകുന്നത്. അപ്പോൾ അവിടെ നടന്നിരിക്കുന്ന കാര്യം അദ്ദേഹത്തെ വറവ് ചട്ടിയിലിട്ട് പൊരിക്കുകയായിരുന്നു സത്യത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണ് പരാജയത്തിന് ഒരു കാര്യം എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം വളരെ കൃത്യമായി പറയാതെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. കൃത്യമായ അഴിമതി കഥകൾ പുറത്തു പറഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റിയും കുടുങ്ങും. കാരണം പിണറായി വിജയൻ എന്ത് മോഷ്ടിച്ചാലും അതിലൊരു പങ്ക് കേന്ദ്ര കമ്മിറ്റിയും കൊടുക്കും, സംസ്ഥാന കമ്മിറ്റിയും കൊടുക്കും. അപ്പം രണ്ടുപേരും പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. ആ രൂപത്തിലാണ് അദ്ദേഹം ഇത്രയും കാലം വലിയ മോഷണങ്ങളൊക്കെ അഴിമതികളൊക്കെ നടത്തിയിട്ടുള്ളത്. പക്ഷേ പാർട്ടി പൂർണ്ണമായി നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതും പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം മാത്രമല്ല, ഭീകരനായ ഒരു ഏകാധിപതിയുടെ സ്വഭാവമായിരുന്നു, പ്രവർത്തന രീതിയായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. അങ്ങനെ എല്ലാ മേഖലകളെയും മുച്ചൂട് നശിപ്പിച്ച് പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു. പിണറായി വിജയൻ ഏറ്റവും അധികം വെറുക്കപ്പെടുന്ന ഒരു നേതാവായി മാറി. പാർട്ടി അണികളിൽ മാത്രമല്ല, ജനങ്ങളിൽ മുഴുവൻ പിണറായി വിജയൻ വെറുക്കപ്പെട്ടു. അറപ്പും വെറുപ്പോടെയാണ് അദ്ദേഹത്തെ കണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ വലിയ ബോർഡ് വെച്ച് പരസ്യം ചെയ്തപ്പോൾ ജനങ്ങൾ കാർക്കിച്ചു തുപ്പുകയും അദ്ദേഹത്തെ ആ ഫോട്ടോ വീണ്ടും കണ്ട് ഓർമ്മപ്പെടുത്തി വന്നപ്പോൾ പോയി തിരിച്ചു കുത്തുകയും അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യുകയും LDFനെതിരെ വോട്ട് ചെയ്ത് ജനങ്ങൾ തോൽപ്പിച്ചു വിടുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പാർട്ടി അണികൾ തന്നെ അദ്ദേഹത്തിനെതിരെ ശക്തമായ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇദ്ദേഹം ഒഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് കാരണക്കാരൻ, അദ്ദേഹം ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാൽ പാർട്ടി ഇല്ലാതാകും, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞ് ആക്രോശിക്കുമ്പോൾ കേന്ദ്രത്തിൽ MA ബേബിക്ക് ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. മറ്റൊരു വശത്ത് പറഞ്ഞാൽ MA ബേബിയാണ് തുടക്കമിട്ടത്. കേരളത്തിലെ CPM അണികളുടെ വികാരം മനസ്സിലാക്കി MA ബേബിയെ കുറിച്ച് പല ആരോപണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ഒരു പരിഹാരക്രിയ എന്ന് പറയുന്നത് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരോട് തുറന്ന് സംസാരിച്ചോ, ഇന്നലെ വരെ മിണ്ടാതിരുന്ന അണികളോട് അല്ല മെമ്പർമാരോട് നിങ്ങൾ തുറന്ന് സംസാരിച്ചോ. ഇന്നലെ വരെ എങ്ങനെയായിരുന്നു, പേടിച്ചരണ്ടായിരുന്നു ഈ മെമ്പർമാരല്ല. എന്തെങ്കിലും പറഞ്ഞാൽ പിണറായി വിജയനെ കുറിച്ച് എന്തെങ്കിലും ലക്ഷ്യം വേണ്ടിയാൽ ആ ആള് പുറത്താണ്. അദ്ദേഹത്തിനെതിരെ ഒരു എന്തെങ്കിലും സാമ്പത്തിക കുറ്റാരോപണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ആരോപണം ഉണ്ടാക്കി പിടിച്ച് പുറത്താക്കും. എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്താണ്, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലാ സാധാരണ കമ്മിറ്റി, താഴെത്തട്ടുള്ള കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ പിണറായി വിജയനെതിരെ ശക്തമായി കൃത്യമായി ഈ പിണറായി വിജയനും ഗോവിന്ദനുമാണ് കേരളത്തിലെ പരാജയത്തിന് കാരണം. അവരുടെ സ്വഭാവം മാത്രമല്ല, അവരുടെ പെരുമാറ്റം മാത്രമല്ല,
അവർ നടത്തിയിട്ടുള്ള അഴിമതികളും ഇതിന് കാരണമാണ് എന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ അവസ്ഥയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഉടനെ രാജിവെക്കാനാണ് സാധ്യത. അത് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ പേരിലായിരിക്കും അദ്ദേഹം മാറി നിൽക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ ജ്യോത്സ്യം പറഞ്ഞ പ്രകാരം അദ്ദേഹം മാറി നിൽക്കുന്നു, വിദേശയാത്രയ്ക്ക് അസുഖമാണെന്നുള്ള പേരിൽ യാത്രയ്ക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ വിവരം. സാർ, ഇവിടെ ഒരു കാര്യം കൂടി നമ്മളൊന്ന് ചേർത്ത് കാണണ്ടേ. കാരണം ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം 82 വയസ്സായി. ഇനിയിപ്പോൾ ഈ 82 വയസ്സായ അദ്ദേഹത്തിന് മറ്റ് അസുഖങ്ങളും ഒക്കെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ശാരീരികമായ ഭാഷ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 82 വയസ്സുള്ള പിണറായി വിജയൻ ഇനി ഒരു കാരണവശാലും പാർട്ടിയിലേക്കോ ഭരണത്തിലേക്കോ തിരിച്ചു വരില്ല എന്നുള്ള തിരിച്ചറിവ് കൂടി ഇത്രയും നാൾ അദ്ദേഹത്തിന് വാക്കായി പൊത്തി നിന്ന ആളുകൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു പറയാനും പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം നൽകിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗം കഴിഞ്ഞ ദിവസം ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ച കണ്ടത് നമ്മൾ മറക്കാറായിട്ടില്ല. ഇത് തന്നെയാണ് ഇന്നലെ മറ്റ് കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. കെ ശൈലജയും പി കെ ശ്രീമതിയൊക്കെ കൃത്യമായ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഇനി പിണറായി വിജയന്റെ അപ്രമാദിത്വം CPM-ലില്ല, ഇനി ഭയം കൂടാതെ സംസാരിക്കാം എന്നുള്ളൊരു വശം കൂടി അതിന്റെ പുറകിലുണ്ട്. അത് 100% സത്യം. കാരണം ഭരണത്തിലിരുന്ന പിണറായി വിജയനും ഭരണത്തിൽ ഇറങ്ങിയ പിണറായി വിജയനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭരണത്തിലിരിക്കുമ്പോൾ എല്ലാവരും അടക്കി വാണ ഒരാളാണ്. പോലീസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പാർട്ടി തൻ്റെ കൈവശമാണ്. ആരെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാൽ അവർക്കെതിരെ എന്തെങ്കിലും നടപടിയായിട്ട് പുറത്താക്കും. അതിനുള്ള വഴികൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ അധികാരം നഷ്ടപ്പെട്ടതോടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു, പാർട്ടി മെമ്പർമാർ തിരിച്ചറിഞ്ഞു പിണറായിയാണ് യഥാർത്ഥത്തിൽ ഈ തോൽവിക്ക് കാരണം, ദയനീയ തോൽവിക്ക് കാരണം. അത് താഴെ തട്ട് മുതൽ മുകളിൽ വരെ ഇത്രയും ഉയർത്തിക്കൊണ്ടുവന്നതിൽ ഇ പി ജയരാജനൊക്കെ പങ്കുണ്ട്. പ്രത്യേകിച്ചും പയ്യന്നൂരിലും തളിപ്പറമ്പിലും തോൽവിക്ക് കാരണം യഥാർത്ഥത്തിൽ ആ നേതാക്കന്മാർ മാത്രമല്ല, ഇ പി ജയരാജനും പി ജയരാജനും ഒക്കെയുള്ള നേതാക്കന്മാർ അതിനകത്ത് ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. അവരും കൂടെ ഇറക്കി വിട്ട അണികളാണ് തിരിച്ച് വോട്ട് മാറ്റിക്കുത്തി അവിടെ തോൽപ്പിച്ചു വിട്ടത്. പ്രത്യേകിച്ചും തളിപ്പറമ്പിൽ ശരിക്കും അങ്ങനെ തോൽക്കാൻ കാരണം TK ഗോവിന്ദൻ അവിടെ ജയിക്കാൻ കാരണം, MV ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമള തോൽക്കാൻ കാരണം ആ സീറ്റ് ഇ പി ജയരാജന് കൊടുക്കും എന്ന് പറഞ്ഞ് വാക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇ പി ജയരാജനെ വഞ്ചിച്ചൊരു കഥ അതിൻ്റെ പിന്നിലുണ്ട്. MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പർ ആകുമ്പോൾ അദ്ദേഹത്തെക്കാൾ സീനിയോറിറ്റി ഉള്ള ഇ പി ജയരാജനെ വെട്ടിമാറ്റിയിട്ടാണ് ഇങ്ങനെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് തളിപ്പറമ്പ് MLA സ്ഥാനം രാജിവെക്കാം, അവിടെ തളിപ്പറമ്പിൽ MLA ആക്കാം, പിന്നെ മന്ത്രിയാക്കാം എന്നുള്ളൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. പക്ഷേ ഗോവിന്ദൻ MLA തുടർന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായി, പോളിറ്റ് ബ്യൂറോ മെമ്പറായി. പക്ഷെ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. അപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാത്ത ഗോവിന്ദനെ പാഠം പഠിപ്പിക്കാൻ ഇ പി ജയരാജൻ തന്നെയാണ് തളിപ്പറമ്പിലെ പരാജയത്തിനും പയ്യന്നൂരിലെ പരാജയത്തിനും നേതൃത്വം കൊടുത്ത് അണികളെ ഇറക്കി വിട്ടത് എന്ന് കൃത്യമായി MV ഗോവിന്ദൻ അറിയാം, അതേപോലെ പിണറായിക്കും അറിയാം. പക്ഷേ ഇപ്പം പിണറായിൻ്റെ ശക്തി പോയി. MV ഗോവിന്ദൻ പരിഹാസ കഥാപാത്രമായി. ശ്യാമളയുടെ തോലിയോട് കൂടിയിട്ട് തൊലി ഒരിഞ്ഞ് കിടക്കുകയാണ് നമ്മുടെ ഗോവിന്ദനെ ആര് കണ്ടാലും, ഏത് പത്രക്കാരുണ്ടായാലും ഒരു പരിഹാസ കഥാപാത്രമായി മാത്രമാണ് കാണുന്നത്. ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചോളം ഏജായി, ഭരണം നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു, പാർട്ടിയിലാണ് ഒറ്റപ്പെട്ടു, ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് കൃത്യമായി എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇ പി ജയരാജൻ മനസ്സിലാക്കിയിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് സംഘടിതമായ ആക്രമണം ഇപ്പോൾ പിണറായി വിജയനെതിരെ വന്നിരിക്കുന്നത്. അത് കേന്ദ്ര കമ്മിറ്റിയിലും വളരെ ശക്തമായ ഭാഷയിലാണ് പിണറായി വിജയനെതിരെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം.